ഞാൻ ആഗ്രഹിച്ചു വരുന്ന ഈശോയെ നിരാശപ്പെടുത്തരുത്. അവനെ കാണാൻ ഇഷ്ടമാണ്, എല്ലാ ദിവസവും കാണാൻ ഇഷ്ടമാണ്. ഞാൻ എല്ലാവരും പറയാൻ പറ്റില്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും അവനെ കാണാൻ, അവന്റെ അനുഗ്രഹമാണ് കുടുംബത്തിന് വേണ്ടി അനുഗ്രഹമാണ് വരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത്. ഒരാൾ വന്നാൽ പോലും കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ തെളിവ് കുർബാനയുടെ പ്രാർത്ഥനകളിലുണ്ട്. അത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ കുർബാന അർപ്പിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നോളാം. കുർബാനയില് ആരൊക്കെയാണ് അനുഗ്രഹിക്കപ്പെടുക എന്ന് കുർബാനയിലെ പ്രാർത്ഥനകൾ തന്നെ നമ്മളെ പഠിപ്പിക്കും. കുർബാനയെക്കുറിച്ചുള്ള രണ്ടാമത്തെ ചിന്ത എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്, കുർബാന എന്ന് പറയുന്നത് ഈശോയുടെ കൽപ്പനയാണ് എന്ന് പറയുന്നത്. ഇത് ഈശോയുടെ കൽപ്പന. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-20 ഈ ലോകം വിട്ട് പിതാവിന്റെ പക്കലേക്ക് പുലർത്തുന്നതിന് മുമ്പ് ഈശോ ഇപ്രകാരം പറഞ്ഞു, ഇത് നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. ഇത് നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ചെയ്യാമെന്നല്ല ചോദിച്ചത്, ചെയ്താൽ കൊള്ളാമെന്നല്ല പറഞ്ഞത്, സമയമൊക്കെ ചെയ്യണമെന്നല്ല പറഞ്ഞത്, ചെയ്യുന്നത് നല്ലതാണെന്നല്ല പറഞ്ഞത്. It is very simple. Is that do this in memory of me. ഇതൊക്കെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. കൽപ്പനയാണെങ്കിൽ എന്താണ് എളുപ്പം? ലംഘനം പാപമാണ്. ലംഘനം പാപമാണ്. എത്ര ലാഘവത്തോടുകൂടിയാണ് ഞായറാഴ്ച കുർബാന ഞാനെങ്കിലും മുടക്കിയിരിക്കുന്നത്. എത്ര ലാഘവത്തോടുകൂടെ ദൈവത്തിന്റെ കൽപ്പനയാണ് ഞാൻ നിഷേധിക്കുന്നത്. നീ പോടലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ വഴിക്ക് ഞായറാഴ്ച പോകുന്നത് എന്നുള്ള കാര്യം മറന്നു പോയത്. അനർത്ഥങ്ങളുണ്ടാകാതിരിക്കുമോ ജീവിതത്തിൽ? അനർത്ഥങ്ങളുണ്ടാകാതിരിക്കുമോ? ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിന്റെ കൽപ്പനയെ ക്ലാസിക്കാരൻ കൊച്ചിനോട് അധ്യാപകൻ പറഞ്ഞ് കേറിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഫിസിക്കാരുടെ കൊച്ചിരിക്കുന്ന കാര്യം ഒന്നുമില്ല. പിറ്റേ ദിവസം പെട്ടി അങ്ങനെ അപ്പനെ പെട്ടിയെടുത്ത് ഒരു കാര്യം സംസാരിക്കും. നല്ല ചെറിയ സാധനം കിട്ടും. ഒരു മനുഷ്യന്റെ കൽപ്പനയ്ക്ക് വേണ്ടി, ഒരു മനുഷ്യന്റെ കൽപ്പനയ്ക്ക് ഇത്രമാത്രം ബഹുമാനം നൽകുന്നതിന് പ്രിയമുള്ളവരെ, ഇത് നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണമെന്നുള്ള ദൈവ കൽപ്പനയെ അവഗണിച്ചാൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ എത്രമാത്രമാണെന്ന് ചിന്തിച്ചേ പറ്റൂ. സലാഭവത്തോടുകൂടെ തമ്പുരാനെ കാണരുത്. ലാഘവത്തോടുകൂടെ തമ്പുരാന്റെ കൽപ്പനയെ കാണരുത്. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് ഞായറാഴ്ചകളിലും കടപ്പുഴ തിരുനാളുകളിലും കുർബാനയ്ക്ക് പോയിട്ടില്ലെങ്കിൽ ആ പാപത്തെ ഏത് ഗണത്തിലാണ് സമർപ്പിച്ചിരിക്കുന്നതോ? ഏത് ഗണത്തിലാണ്? മാരക പാപങ്ങളുടെ ഗണത്തില. മാരകമാണെന്ന് പ്രത്യേകത അത് കുമ്പസാരിച്ചു മാത്രം മോചനം കിട്ടണം. ലഘുപാപങ്ങളൊക്കെ കുർബാനയിൽ മനസ്സറിച്ചാൽ ക്ഷമിക്കപ്പെടും. പുണ്യപ്രവർത്തികൾ ചെയ്ത് പരിഹാരം ചെയ്താൽ. എന്നാൽ ഞായറാഴ്ച കുർബാന മുടങ്ങുന്നത്, കടമുള്ള ദിവസങ്ങളിലെ കുർബാന മുടങ്ങുന്നത് പറഞ്ഞു കുമ്പസാരിക്കേണ്ട മാരകപാപങ്ങളായ വ്യഭിചാരത്തിന്റെയും കൊലപാതകത്തിന്റെയും പരദൂഷണത്തിന്റെയും ഒക്കെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ വരുന്നു. ഈ പാപങ്ങൾ മാറാൻ ഇത് തമ്പുരാന്റെ കൽപ്പനയാണ്. കൽപ്പനയാണെങ്കിൽ ലംഘനം പാപമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രിയമുള്ളവരെ ഒരു ഞായറാഴ്ച പ്രധാന പോലും എന്റെ ജീവിതത്തിൽ മുടക്കാനായിട്ട് ഇടവരുത്. അത് മാത്രമല്ല, ഒരാളെയെങ്കിലും ഞായറാഴ്ച കുർബാനയ്ക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചാൽ ഇരട്ടി അനുഗ്രഹമാണ് എന്റെ കുടുംബത്തിലെ ഇരട്ടി അനുഗ്രഹം എന്റെ കുടുംബത്തിന് ലഭിക്കുന്നത്. ഒരാളെങ്കിലും എന്റെ വീട്ടിൽ വണ്ടി കിടക്കണം, ഞാൻ വണ്ടിക്കാൻ പോകുന്നു, 5 സീറ്റുണ്ട്, ഞാൻ ഭാര്യയിൽ തന്നെ പോകുന്നു, അയൽപ്പക്കത്ത് ചേർന്ന് വയ്യാതിട്ടുണ്ട്, ഓട്ടോറിക്ഷയ്ക്ക് പോകാനായിട്ട് പറ്റുന്നത് എല്ലാ ദിവസവും ഓട്ടോയിൽ കൊണ്ടുപോകാൻ പറ്റുകയില്ലാത്തതുകൊണ്ട് വല്ലപ്പോഴും അച്ഛനെ കൊടുക്കുന്ന കുർബാനയ്ക്ക് കൊടുക്കുന്നതാണെങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ വണ്ടിക്ക് ഞായറാഴ്ച കുർബാനയ്ക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകുന്ന അനുഗ്രഹം എത്രമാത്രമാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത്. അനുഗ്രഹം എന്തിനാ അനുഗ്രഹത്തിന് വലിയ വഴിപാടുകളുടെ പുറകെ പോകുന്നത്? പശുക്കളെ മുന്നോട്ട് ചെയ്തിരിക്കുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ സ്വർഗം പിടിച്ചു വാങ്ങുക. കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ സ്വർഗം പിടിച്ചു വാങ്ങുക. പുണ്യപരമായിട്ട് ജീവിക്കാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുക. എന്തെല്ലാം ത്യാഗം ഓരോരുത്തരും 50 നോമ്പിന് ഇങ്ങനെ മുട്ട ഒരു സാധനം കൊടുക്കുകയില്ല. അതിന്റെ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ്. ഉപജീവി പോലെ നോമ്പെടുക്കുന്ന മുസ്ലിം സഹോദരന്മാരോട് അത്രയും ചെയ്യേണ്ടതായ വലിയ കൈപ്പറ്റ് മറന്നു പോകരുത്. ഇതിനേക്കാൾ വലിയ അനുഗ്രഹം കിട്ടുന്ന ഒരു നായകന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ എന്റെ അയൽപക്കത്തെ ആരെയും കൂട്ടിക്കൊണ്ടുവരാൻ കുർബാനയ്ക്ക് പോകേണ്ടാത്ത എന്റെ സഹോദരനെ സഹോദരി വെറുതെ വരാൻ പറഞ്ഞ് കൊണ്ടുവരാൻ. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്, ലംഘനം പാപമാണ്. അതുകൊണ്ട് ദൈവ സഹോദരങ്ങളെ തമ്പുരാന്റെ കൽപ്പനയാണ് നിർവഹിക്കേണ്ടത് എന്ന ചിന്ത ഓരോ കുർബാനയിലും നമുക്കുണ്ടായിരിക്കണം. ഇനി കൽപ്പന എന്താണ്? കൽപ്പന ശ്രദ്ധിച്ചു നോക്കി. അവൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയ്തത് എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. കുർബാനയിലോ ബൈബിളിലോ ഒരിടത്തും കുർബാന കാണണം എന്ന് പറഞ്ഞില്ല. നമ്മളൊക്കെ എന്തിനാ കാണണം? എവിടെ കുർബാന അച്ഛനോട് കുർബാന ചെല്ലാൻ പോകും. കുർബാന ചെല്ലാൻ പറഞ്ഞിട്ട് കുർബാന കാണാൻ പറയാറുണ്ട്. തമ്മിൽ കാര്യം പറഞ്ഞില്ല. എന്താണ് കുർബാന കാണാനുള്ളതല്ല, കുർബാന ചെയ്യാനുള്ളതാണ്. കുർബാന ചെയ്യാനുള്ളതാണ്. എന്തൊക്കെ ചെയ്യാൻ വരുന്നതാണ്. വെറും കുർബാന ചെയ്യേണ്ടത് എന്താണ്? അവൻ ചെയ്തത് ചെയ്യണം. ഈശോയുടെ കട്ടള ചോദിച്ചേ, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ എത്തിച്ചുകൊള്ളുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. ഞാൻ ഈ ചെയ്തത് അവൻ ചെയ്തത് മാത്രം ചെയ്യാൻ ഈശോ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഞാൻ സെന്നാനികളെ പഠിപ്പിക്കുന്നതാണ്. പട്ടം കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള ആശയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. കുർബാനയെ കുറിച്ച് ഞാൻ അവരോട് പറയാറുണ്ട്, മകളെ തമ്പുരാൻ ചെയ്തത് മാത്രമേ ചെയ്യാവുള്ളൂ. തമ്പുരാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്യാനായിട്ട് വലിയ ധൃതി പറയുന്നുണ്ടാകും. തമ്പുരാൻ ചെയ്തതെന്താണെന്ന് പഠിപ്പിക്കുക. തമ്പുരാൻ ചെയ്തതെന്താണെന്ന് പഠിപ്പിക്കുക. അത് ചെയ്ത് കാണിക്കുക. ദൈവജനത്തിന് അത് മാത്രമാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, തമ്പുരാൻ ചെയ്തത് എന്താണെന്നും എന്നോട് ചെയ്യാൻ പറഞ്ഞത് എന്താണെന്നും അറിയാത്ത വ്യക്തിക്ക് കുർബാന ദീർഘമുള്ളതാണ്, അരോചകമാണ്, അലോചനപ്പെടുത്തുന്നതാണ്, ഇഷ്ടമില്ലാത്തത്. എന്നാൽ തമ്പുരാൻ ചെയ്തതും ചെയ്യാൻ എന്നോട് പറഞ്ഞതും എന്താണെന്ന് അറിയുന്ന വ്യക്തിക്ക്
കുർബാനയിൽ സമയം പോകുന്നത് അറിയുന്നത്. കുർബാനയിൽ സമയം പോകുന്നത് അറിയുന്നത്. കാരണം അവൻ ചെയ്തത് ചെയ്യുന്ന നിമിഷമാണ്. അവൻ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ പറയാനായിട്ട് അറിയുന്നേരം ചില കാര്യങ്ങൾ അതെല്ലാം കുർബാനയിൽ ഓർത്തുകൊണ്ടിരിക്കണം. ഈ വരുന്ന ദിവസങ്ങളിലെ ക്ലാസുകളിലൊക്കെ ആയിട്ട് നമ്മളത് കാണാം. യേശു പറഞ്ഞത് എന്ന് ശ്രദ്ധിച്ചു. ഈശോ പറഞ്ഞത് സെഖിയോ നോട്ടീസായി സ്ഥലം ജെറുസലേം ദേവാലയത്തിന്റെ പുറകുവശം, സമയം പെസഹ ദിവസം വൈകുന്നേരം. എനിക്ക് തോന്നുന്നത് വിചാരിച്ച നിങ്ങൾ എല്ലാവരും കൂടി ഒരിക്കലും ഇസ്രായേലിൽ പോയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 2 വർഷം മുമ്പ് കണ്ടത് 2 വർഷമോ മുമ്പ് ഗ്രൂപ്പ് പോയിട്ട് അവിടെ ഞാൻ പറയുന്നത് ഓർമ്മ, നല്ല ജോലിയൊക്കെ ഉള്ളത് പെൻഷൻ പറ്റുന്ന കുറച്ച് കാലത്ത് വെറുതെ അടയ്ക്കാത്ത പൈസ വെറുതെ ഗവൺമെന്റ് തരുമ്പോഴും അതിൽ കുറച്ച് ഒരു വലിയ രീതി വാങ്ങി വെക്കുന്നതിന് പകരം ഒന്ന് ഇസ്രായേലിൽ പോയിട്ട് വരികയാണെങ്കിൽ ബൈബിൾ വായിക്കുമ്പോഴും കുർബാന കാണുമ്പോഴും വേറൊരു ചൈതന്യമായി ആ സ്ഥലത്ത് നടന്നാൽ അത് അറിഞ്ഞ പ്രാർത്ഥനാപൂർവ്വം പറയാം. പ്രാർത്ഥനയോട് കാണണം. പ്രാർത്ഥന ജെറുസലേം ദേവാലയത്തിന്റെ ജനപ്രതി അവിടെ ഇപ്പോൾ ആ ദേവാലയത്തിൽ കഴിയാൻ യേശു വന്നത് ബഥാനിയയിൽ നിന്ന് വരിക, നേരെ വരുന്നത് ലാസറിന്റെ മത്തായിയുടെ മലയുടെ വീട്ടിൽ നിന്ന് വിശ്രമിച്ചിട്ട് യേശു വരുന്നത് നേരെ റോഡ് വരുന്നത് ഒലിവ് മലയുടെ മുകളിൽ. ഈ ഒലിവ് മലയിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി വന്നാൽ പകുതി കഴിഞ്ഞാൽ പിന്നെ ഗെത്സമൻ തോട്ടമാണ് ഇടത് സൈഡില്. നേരെ വീണ്ടും താഴെ കഴിഞ്ഞാൽ ഗെദ്രോണരി, ആ അരുവിയില്ല, ആ അരുവി വച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വീണ്ടും ചേർന്നത് മൊട്ടക്കുന്ന്. ഈ മൊട്ടക്കുന്നിന്റെ മുകളിലാണ് ജെറുസലേം ദേവാലയം ഇരുന്നേക്കാണ്. ഇന്ന് കല്ല് മാത്രമേ കല്ലിനെ കലശിക്കാതെ അത് തകർക്കപ്പെട്ട ഈശോയുടെ വാക്കുകളല്ല. ഈ ദേവാലയത്തിന്റെ പുറകുവശത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വിശാലമായ മാളിക മുറിയിൽ വെച്ചാണ് ഈശോ കുർബാന എന്താണെന്ന് അവർ പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നത്. അതിവിശാലമായ മാളിക. ഈ മാളികയുടെ പ്രത്യേകത, ഈ മാളികമുറി ജെറുസലേം പട്ടണത്തിലുള്ള ഏറ്റവും മനോഹരമായ മാളിക മുറികളിൽ ഒന്നാണ്. അത് ഇസ്രായേലിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തിലുമാണ്. കാരണം അത് സ്ഥിതി ചെയ്യുക ഇസ്രായേലിലെ ഏറ്റവും പ്രിയപ്പെട്ട രാജാവിനെ അടക്കിയിരിക്കുന്ന കബറിടത്തിന് മുകളിൽ. അതാണ് അതിന്റെ പ്രത്യേകത. ഇസ്രായേൽ ഏറ്റവും പ്രിയപ്പെട്ട രാജാവാണ് ദാവീദ്. കാരണം അവന്റെ വംശത്തിൽ നിന്നാണ് ആര് വരുന്നത്? ഈശോ. ദാവീദിന്റെ കബറിടത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മാളികകൾ, വിശാലമായ മാളികകൾ ഈശോ തിരഞ്ഞെടുത്ത് പെസഹ ആഘോഷിക്കും. ഈശോ ചോദിച്ചു വാങ്ങിയതാണ്. ഈശോ പറഞ്ഞു പോവുക, അവരോട് പറയുക, ഗുരു പറയുക, എനിക്ക് ഇന്ന് പെസഹ പഠിക്കാനുള്ള മാളിക പോയി കാണിച്ചു. നിർബന്ധപൂർവ്വം ചോദിച്ചു വാങ്ങിയതാണ്. ഇത് മനസ്സിലാകണമെങ്കിൽ ഇസ്രായേലിന്റെ ഒരു നിയമത്തെ കുറിച്ച് നിങ്ങൾ കുറച്ചു പറഞ്ഞ് വിശദമായിട്ട് പറയാനായിട്ട് നേരം. ഇസ്രായേലിന്റെ ഒരു നിയമം യേശുവിന്റെ കാലത്ത് പെസഹ എന്ന് പറയുന്നത് വീട്ടിൽ ആഘോഷിക്കുന്ന തിരുനാൾ അല്ല. പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തില് പെസഹ ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നത് അതൊക്കെയാണ്. ഓരോ വീടുകളിലുമാണ് ആഘോഷിക്കുന്നത്. കട്ടുളപ്പടിയിൽ എന്തായിരിക്കും? രക്തം തളിക്കും. ആ വീട്ടുകാർ നിന്നുകൊണ്ട് വഴി കൈ പിടിച്ച് ദിവസത്തില് ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളത് കത്തിച്ചു കളഞ്ഞ് അതിവേഗം പ്രവർത്തിക്കുന്നത്. എന്നാൽ യേശുവിന്റെ കാലത്തെ പെസഹ അങ്ങനെയല്ല. യേശുവിന്റെ കാലത്തെ പെസഹ വീട്ടിൽ പഠിക്കേണ്ടതല്ല, മറിച്ച് ജെറുസലേത്ത് പഠിക്കേണ്ടത്. ജെറുസലേം ദേവാലയത്തിൽ വീട്ടിൽ ആടിനെ കൊല്ലാൻ അനുവാദമില്ല,
ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് പുരോഹിതന്റെ കയ്യിൽ കൊടുത്ത് പുരോഹിതൻ അതിനെ ബലിയർപ്പിച്ചതിന് ശേഷം അതിന്റെ രക്തമെടുത്ത് ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചിട്ട് അവർക്ക് പാകം ചെയ്യാനായി കുഞ്ഞാടിനെ തിരിച്ചു കൊടുത്തു. ഈ തിരിച്ചു കിട്ടുന്ന കുഞ്ഞാടിനെ കൊണ്ട് പോയിട്ട് ജെറുസലേം ദേവാലയത്തിന്റെ ചുറ്റും അതിന്റെ ഉള്ളിൽ എവിടെയിരിക്കുന്നു കൂടാരം വെച്ച് അവിടെ വെച്ച് ആ കുഞ്ഞാടിനെ വേവിച്ച് അതിനെ ഭക്ഷിച്ചുകൊണ്ട് രാത്രി മുഴുവൻ വളരെ സാവധാനം ഭക്ഷിച്ച് ഉറങ്ങാതെ ഇരിക്കണമെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണോ? പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന മറന്നുപോകരുത്. ഈ വ്യത്യാസം അറിയത്തില്ലെങ്കിൽ, ഈ നിയമം അറിയത്തില്ലെങ്കിൽ എന്തൊക്കെ ഫീസും പെസഹ തിരുനാളിലും ദുഃഖവെള്ളിയാഴ്ചയും ആ യാത്ര നടത്തിയതും ഇന്ത്യയിലെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും. നമ്മളുടെ അറിവിന്റെ വേദപാഠത്തിന്റെ കുറവ് ഒത്തിരി നമ്മളെ ബാധിക്കാറ്. എന്റെ പുസ്തകക്കാരൻ ബൈബിൾ തുറക്കാതെ ഓരോ കാര്യം തിരിച്ചു പറയാൻ പറ്റുന്നു കൊണ്ടുപോകോ ഒന്നുമില്ല. നമ്മൾ അതുകൊണ്ടാണ് അവനെ ചെയ്യുന്നത്. വീട്ടിൽ കയറാനുള്ള കാരണം തിരിച്ചു പറഞ്ഞാൽ നമ്മൾ ഉത്തരം പോകുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ കേസരുതേ എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ ഉത്തരം പറയാൻ അറിയില്ലെന്ന് കേസറിയാം. നിങ്ങൾ അവിടെ നാളെ കരുതി അല്ലാതെ ആ തെളിവുകൊണ്ട് പല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പം നമ്മൾ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഉത്തരം കിട്ടും. കാരണം നമ്മൾ ബൈബിൾ വായിച്ചിട്ടില്ല, വായിച്ചിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല, പഠിച്ചിട്ടുള്ളത് യഥാർത്ഥ സഭ പഠിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ പെസഹ ആഘോഷിക്കുന്ന നിയമമാണ് ഞാൻ പറഞ്ഞത്. യേശുവിന്റെ കാലത്ത് എല്ലാവരും വിദ്യാലയങ്ങളും ജെറുസലേം ദേവാലയത്തിൽ വരണം. 3 മണി സമയമാകുമ്പോൾ ബലിയർപ്പിക്കാൻ തുടങ്ങും. ബലിപീഠത്തിൽ കൊണ്ടുവന്ന പുരോഹിതന്റെ കയ്യിൽ കൊടുക്കാം. പുരോഹിതൻ അതിനെ കൊടുത്ത് അന്ന് വീടുകളുടെ കടക്കുന്നവരാണ് രക്തം തരുന്നെങ്കിൽ പുരോഹിതനെ കൊണ്ട് ആ രക്തം ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴിച്ചിട്ട് ആൾക്ക് തിരിച്ചു കൊടുക്കും. എന്നിട്ട് പോയി കൂടാരം വെച്ച് 10 പേര് കുറയാത്ത ഒരു ഗ്രൂപ്പ്, ഒരു കുടുംബം കൂടാരം വെച്ച് അവിടെ താമസിച്ച് ആ രാത്രി മുഴുവൻ ഇരുന്നുകൊണ്ട് ഭക്ഷിക്കാൻ അനുവാദമില്ല, നിന്നുകൊണ്ട് ഭക്ഷിക്കാൻ അനുവാദമില്ല, ചാടി കിടന്നുകൊണ്ട് ഭക്ഷിക്കും. ചാടി കിടന്നുകൊണ്ടാണ് ഭക്ഷിക്കുന്നത്. ഈ നിയമം അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തില് യേശു പെസഹ ആഘോഷിച്ചപ്പോൾ യോഹന്നാൻ എവിടെ കിടന്നത്? എവിടെ കിടന്നത്? യേശുവിന്റെ മാറിടത്തിൽ ചാരി കിടക്കുകയായിരുന്നുവെന്ന് തിരുവചനത്തിൽ പറയാനുള്ള കാരണം അതാണ്. പെസഹ ഭക്ഷിക്കേണ്ടത് ചാരി കിടന്നുകൊണ്ടാണ്, ഇരുന്നോണ്ടോ നിന്നോണ്ടല്ല. ഇതിന് റിക്ലൈനിങ് പൊസിഷൻ ഇതൊക്കെ കിട്ടുന്ന റിക്ലൈനിങ് ചെയ്യുന്നു. തിയേറ്ററിൽ പോയി റിക്ലൈനിങ് ചെയ്യുന്നത്. അതുകൊണ്ട് യേശുവിന്റെ മാറിടത്തിൽ വർഷത്തിൽ ചാരി കിടക്കുകയെന്ന് സുവിശേഷത്തിൽ പറയാനുള്ള കാരണം അതാണ്. തനിക്ക് റൂം, തനിക്ക് കഷ്ടം. ഇനി എന്താ വേറെ നിയമത്തിൽ ഓർക്കണം? ഇസ്രായേലിൽ എല്ലാവരും പെസഹ ആഘോഷിക്കാൻ എവിടെ വരണം? ജെറുസലേം ദേവാലയത്തിൽ വരണം. പക്ഷേ ഈ ദേവാലയത്തിന്റെ മതിലുകൾക്കുള്ളിൽ എവിടെയെങ്കിലും കൂടാരം പഠിക്കണമെന്ന് അറിയുമോ? ഈ വരുന്നവരെല്ലാം പോകാൻ ഈ ദേവാലയത്തിൽ ലഭിക്കുന്നതേ ഉള്ളൂ. ഈ ഇടവക്കാരൊക്കെ ഇവിടെ കൂടാരം ഈ പള്ളി ലഭിക്കുന്ന കാര്യം ഒരു വലിയ പട്ടം വന്നവരുടെ പള്ളി കാര്യം. അപ്പൊ നമ്മൾ ഈ പള്ളിയുടെ പുറത്ത് പന്തലില്ല. ഇപ്പൊ ഈ ക്യാനൽ ഞാൻ മനസ്സിലാക്കുക, പുറത്തേക്ക് ആളില്ല, പുറത്തൊക്കെ ആളുകാരിപ്പോഴില്ല. ആ പള്ളി കൊള്ളില്ല. പള്ളിയിൽ നിന്ന് കേൾക്കുന്ന പോലെ തന്നെ ഗുണഭാഗം കിട്ടും. അവർക്ക് ജെറുസലേം ദേവാലയത്തിന്റെ ചുറ്റുമതിലുകൾക്കുള്ളിൽ എല്ലാവർക്കും കൂടാരം പഠിക്കാൻ സൗകര്യമില്ലാതിരുന്നത് കൊണ്ട് പെസഹയുടെ ദിവസം ഒലിവുമലയുടെ പകുതി ഭാഗം വരെ ജെറുസലേം ദേവാലയത്തിന്റെ മുറ്റമായിട്ട് പരിഗണിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഠിപ്പിക്കണം, പഠിക്കണം. ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു. പെസഹ തിരുനാളില് ജെറുസലേം ദേവാലയത്തിന്റെ മുറ്റമായിട്ട് കരുതിയിരുന്നത് ഒലിവുമലയുടെ പകുതി ഭാഗമാണ്. പകുതി ഭാഗം വരെ, അതായത് ജെറുസലേം ദേവാലയത്തിൽ ഇറങ്ങി കെബ്രോനിൽ കിടന്ന് ഗെത്സമൻ തോട്ടത്തിന്റെ അതിർത്തി വരെ. ഗെത്സമൻ തോട്ടം എന്തിനാണ് പെടുന്നതാണ്?
തെക്കനാതിരുന്നാണ് ജെറുസലേം ദേവാലയത്തിന്റെ മുറ്റമായിട്ട് കരുതുന്ന സ്ഥലം. ഇത് ഞാൻ പറഞ്ഞോളാം. എന്തുകൊണ്ട് ജെറുസലേം ടൗണിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞോളാം. അതുകൊണ്ട് ഈ പരിസരം മുഴുവൻ കൂടാരം പിടിച്ചവരിക്കും. ഈ കൂടാരം പിടിക്കാൻ വെറുതെ കൂടെ എടുത്തിട്ട് നിങ്ങൾ ഇവിടെ പെരുന്നാൾ വരുമ്പോൾ കച്ചവടക്കാരില്ല. കച്ചവടക്കാർ എവിടെയെങ്കിലും കയറിയിരിക്കാൻ പറ്റും? കച്ചവടം പറ്റൂ? ഇല്ല. കമ്പനിക്കാരെ ഇവിടെ വന്ന് ചീട്ട് വാങ്ങി സ്ഥലം നേരം വിളിച്ചേക്കാം. ഏറ്റവും വിലയ്ക്ക് പോകുന്ന സ്ഥലമല്ല ഈ പള്ളിയോട് അടുത്ത സ്ഥലങ്ങൾ. അവിടെയാണ് കച്ചവടം കൂടുതലാണ്. അതിനെല്ലാം കാണാം. അവിടെ ഏറ്റവും പണക്കാരൊക്കെ ഇവിടെ സ്ഥലങ്ങൾ ഒക്യുപ്പൈ ചെയ്ത് കച്ചവടം പോകും. പാവപ്പെട്ട ബന്ധു കച്ചവടക്കാരൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അവൻ ഇത് ദൂരി പിടിച്ച് അങ്ങ് പുറകെ അവിടെ പാവപ്പെട്ട അവൻ ഏറ്റവും ദൂരെ ഇവിടെ ഒഴിയും. അപ്പൊ അവന്റെ ദൂരി പിടിച്ചുകൊണ്ട് അവിടെ പോയി അവിടെ നിന്ന് ഏറ്റവും ജെറുസലേം ദേവാലയത്തിന്റെ ചുറ്റുമതിലുകൾക്കുള്ളിലും പരിസരത്തും സ്ഥലം കിട്ടി കൂടാരം അടിക്കണമെങ്കിൽ വാടക കൊടുക്കണമായിരുന്നു. അത് ഏറ്റവും കൂടുതൽ വാടക കൊടുക്കുന്നത് ദേവാലയത്തിന് പരിസര സ്ഥലം. ഏറ്റവും കുറഞ്ഞ വാടകയോ ഏറ്റവും അതെവിടെയാണ്? ഗെത്സമൻ തോട്ടം. ഏറ്റവും ചെലവ് കുറഞ്ഞ സ്ഥലം, പാവങ്ങളുടെ സ്ഥലം, അത് ഗെത്സമൻ തോട്ടം. ഏറ്റവും വില കൂടിയ സ്ഥലം ജെറുസലേം ദേവാലയത്തിന് അടുത്തുള്ള മാളികയാണ്. തമ്മിൽ എന്താ പറഞ്ഞത്? എനിക്ക് ഇത് വേണം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് വന്നിട്ട് താമസിക്കാൻ അവിടെ ഇടയിൽ പോലെ എനിക്ക് ലേഖയിൽ താമസിക്കണം, താജ് താമസിക്കണം എന്ന് പറയുന്നത്. താജ് താമസിക്കണം. നമുക്കൊക്കെ ഓർമ്മയുണ്ട്. ഉച്ചയൂണ് 2000 പാവങ്ങളുടെ പക്ഷം ചെയ്യുന്ന തൊട്ട് കാലത്തൊഴിൽ പിറന്നവർ തിരഞ്ഞെടുത്ത സ്ഥലം അതിവിശിഷ്ടമായ മാളിക മുറിയാണ് എന്നുള്ള കാര്യം മറന്നുപോകരുത്. ഇസ്രായേലിന്റെ ജെറുസലേമിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും ഉന്നതമായ ആത്മീയമുള്ള സ്ഥലം ഈ പാവങ്ങളുടെ കൂടെ പോയി പ്രസവമായിരുന്നു. എന്തിനു ഈ മാളിക തിരഞ്ഞെടുക്കുന്നത്? സഭയിൽ വിശുദ്ധ ശാസ്ത്രീയ ലേഖനത്തിൽ അത് ഉത്തരം തരുന്നത് ഈ തലമുറയ്ക്ക് മാത്രമേ അവൻ നിർബന്ധം പിടിച്ചുള്ളൂ. അല്ലേ? ഇതിനവൻ നിർബന്ധം പിടിച്ചു. എനിക്ക് ആ മാളിക മുതലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയില്ല, നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയില്ല. എന്താണെന്ന് അറിയാമോ? താൻ അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ കുർബാനയുടെ മഹത്വത്തിൽ നിന്ന് എത്രമാത്രം ബഹുമാനത്തോടെ അലങ്കരിച്ച് പുണ്യപ്പെട്ട സ്ഥലത്ത് അത് ആഘോഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഭയെയും പഠിപ്പിക്കാൻ ഏതെങ്കിലും ഒരു വേദിയിൽ ഏതെങ്കിലും വെള്ളത്തിൽ വെച്ച് ചെയ്യേണ്ട നല്ല വിശുദ്ധ കുർബാന സഭ ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, ഇന്നുവരെ ചെയ്തിട്ടില്ല. ഏതെങ്കിലും വേദനിച്ചിട്ട് ചെയ്യേണ്ട കർമ്മമാണത്. ഇത് അതിവിശുദ്ധമാണെന്നും അതിശ്രേഷ്ഠമാണെന്നും എന്നെ പഠിപ്പിക്കാൻ, സഭയെ പഠിപ്പിക്കാൻ, നമ്മളെ പഠിപ്പിക്കാൻ ഏറ്റവും വിശിഷ്ടമായ മാളിക മുറിയാണ് അവൻ ആദ്യ കുർബാന അറിഞ്ഞത്. ജോൺ പോൾ പറയുന്നു, 2000 വർഷമായി കുർബാന അർപ്പിക്കുന്ന സ്ഥലത്തെ വിശുദ്ധമായി പരിഗണിക്കാൻ, അലങ്കരിക്കാൻ സഭ ഒരിക്കലും വിശുദ്ധ കാണിച്ചില്ല. സഭ ഒരിക്കലും വിശുദ്ധ കാണിച്ചില്ല. അതിന്റെ സാക്ഷ്യവസ്തുക്കളാണ് ഇന്നുള്ള അധീനകളും രോഗികളും മറ്റുള്ളവരാണെന്ന് പെരുകീടകൾ. നമ്മുടെ ആദ്യകാല പള്ളികളിലേക്ക് ഇന്നലെ ഒന്ന് പോയിട്ടുണ്ട്. കാറ്റൂർ പള്ളിയിൽ, അല്ലെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റായിട്ട് തൃശ്ശൂർ മൂന്ന് പള്ളിയിൽ ഒരു 4 പേര് ഭക്ഷണത്തിന് വകയില്ലാതെ നമ്മളെ കാരണവന്മാര് പള്ളി വെച്ച് ആൾക്കാരുടെ പടക്കങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മുണ്ട് മുറുകിയുണ്ട് 4 പേര് ഭക്ഷണം കഴിക്കാതെ നമ്മളെ കാരണവന്മാര്
ഇതിന്റെ മഹത്വം എന്നത്, ഇതിന്റെ മഹത്വം എന്നത് പ്രിയപ്പെട്ടവരെ വലിയ പള്ളികൾ പണിയാനോ കോടികളുടെ മുഖമാലകൾ പണിയാനോ അല്ല ഞാൻ പറയുന്നത്. ബലിയർപ്പിക്കുന്ന മധുരമായ പരിസ്ഥിതി, അതിന്റെ സൗന്ദര്യവും അറിയാൻ തമ്മിലെ ബലിയർപ്പിക്കുന്ന ഈ ബലിപീഠത്തിന്റെ ഈ മധുരയുടെ പരിസ്ഥിതി അവരെ നിർദ്ദേശിച്ചോളൂ, അല്ലെങ്കിൽ സഭ നിർദ്ദേശിക്കുന്നു. മാതാവ് പറഞ്ഞു, കുർബാനയെ അർപ്പിക്കുന്ന സ്ഥലത്ത് ഇത്രമാത്രം ഇതിനെ അലങ്കാരമോ ഇത്രമാത്രം ഇതിന് ചിത്രപ്പെടണമോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കുറിച്ചൊന്നും വിചാരിക്കേണ്ട. അവന് ഈ തൈലത്തിന്റെ പാവങ്ങൾ കൊടുത്തുകൂടെ എന്ന് ചോദിച്ച യൂദാസിന്റെ അനന്തരവനാണ്. അല്ലെങ്കിൽ ആ സ്ഥലം അവരുടെ കൂടെ പാട്ട് കടന്നു പോയത് എന്റെ ഞാൻ ഒന്നും ഉത്തരവാദിത്തം. ഞാൻ പറഞ്ഞതെല്ലാം തിരുവചനത്തിലുള്ള സഭയുടെ പഠനങ്ങളും എന്റെ ഒരു വാക്കുപോലുമില്ല. അത് യൂദാസിന്റെ പിൻതലമുറ കടന്നത് 2004-2005 ദിവ്യകാരുണ്യ വർഷം ആചരിച്ചപ്പോൾ അത് വ്യക്തമായിട്ടാണ് ഈ സഭയിലേക്ക് മാർപ്പാപ്പ പറഞ്ഞു. അത് മണങ്ങളോടും സെമിനാരിക്കാരോടുമാണ് പറഞ്ഞത്. ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ കോൺവെന്റിൽ നിങ്ങളുടെ സെമിനാരിൽ പള്ളിയേക്കാൾ മനോഹരമായ ഒന്ന് കണ്ടുകൂടാ. പള്ളിയിലുള്ള സാധനത്തെക്കാൾ മനോഹരമായ ഒന്ന് നിന്റെ മുറിയിൽ കണ്ടുകൂടായെന്ന് കിട്ടും. വെട്ടിക്കിടന്നിട്ട് ചാരികള് വീട്ടിലിട്ടിട്ട് സ്വർണ്ണമായിട്ടുള്ള ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് തമ്പുരാന്റെ അടുത്തായി അലങ്കരിക്കാൻ വിശ്വസിച്ച് കാണിക്കുന്നവരോട് തമ്പുരാൻ പറയാനുള്ള കാര്യമാണ്. ഞങ്ങളുടെ നോക്കാൻ ബലിപീഠത്തിലുള്ളതിനേക്കാൾ മനോഹരമായൊന്ന് നിന്റെ മുറിയിൽ കണ്ടുകൂട. നിന്റെ മുറിയിൽ കണ്ടുകൂട, നിന്റെ മണത്തിൽ കണ്ടുകൂട. നിന്റെ മണത്തിലെ കൊണ്ടതിലെ നിന്റെ സെന്നാരിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലം, സെന്നാരിയിലെ മണത്തിലെ ശാസ്ത്രരായിരിക്കണം, മധുബായിരിക്കണം, സക്രാരിയായിരിക്കണം, ബലിപീഠമായിരിക്കണം. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ആലുവ മംഗലത്തിന്റെ സെന്നാരിയിലേക്ക് വരാൻ. ഐശ്വര്യം എന്താണെന്ന് വന്നിട്ടുള്ളതറിയാം. അതിന്റെ മുന്നില് ഈ സെന്നാരി കെട്ടിടത്തെ മറച്ചുകൊണ്ട് നിൽക്കുന്ന അതിബ്രഹ്മാണ്ഡമായ ദേവാലയം. അതിബ്രഹ്മാണ്ഡമായ ദേവാലയം 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഓരോ ഭവനത്തിന്റെയും വീടുകള്, ഓരോ പോലീസിന്റെയും വീട്ടില് മാർബിളില്ലാത്ത കാലത്ത് അവിടുത്തെ അച്ഛന്മാര് സ്പെയിനിൽ നിന്നും മാർബിള കൊണ്ടുവന്ന് ആ പള്ളിയിൽ പാടിയിട്ടുണ്ട്. സ്പെയിനിൽ നിന്ന് ഞാൻ ഓർത്തിട്ടുണ്ട് ഈ പാവങ്ങളുടെ തലങ്ങളിൽ ഇത്രയും ബ്രഹ്മാണ്ഡമായ ദേവാലയം പങ്കുവച്ചത്. ചരിത്രം പറയുന്നത് ഒരച്ഛന് അമ്മ കൊടുത്ത പത്രമീനാണ്. അമ്മ അച്ഛൻ വിഷയമായിട്ട് പോരാൻ നേരത്ത് മോനെ അവിടെ നിങ്ങളുടെ വേണ്ടിയിട്ട് ഞങ്ങളുടെ